പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച പോലീസ്. കേസിലെ പ്രധാന പ്രതി സിൻജോ ജോണിനെ ഹോസ്റ്റലിലെത്തിച്ച് വീണ്ടും തെളിവെടുത്തു. സിദ്ധാർത്ഥനെ കാലുകൊണ്ട് തൊഴിച്ചു വീഴ്ത്തുന്നതിനിടെ പരിക്കേറ്റ ഇയാൾ കൽപ്പറ്റ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. പതിനാറിന് രാത്രി മുതൽ 17 പുലർച്ചെ വരെ സിദ്ധാർത്ഥനെ മറ്റു പ്രതികൾക്കൊപ്പം ക്രൂരമായി മർദ്ദിച്ചു സിൻജോ ജോൺസൺ. ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച മർദ്ദനം തുടർന്നു. ചാടിയുയർന്ന സിദ്ധാർത്ഥന്റെ മുഖത്തേക്ക് കാലുകൊണ്ട് തൊഴിച്ചു. ഇതോടെ ഇയാൾക്ക് കാലിന് പരിക്കേറ്റു. 19 രാവിലെ 10 മണിയോടെ കൽപ്പറ്റ ജില്ലാ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടി. സിദ്ധാർത്ഥന്റെ മരണശേഷമാണ് ചികിത്സ തേടിയത്. ചികിത്സാരേഖകൾ ഹോസ്റ്റലിൽ ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് കണ്ടെത്തി. ആക്രമണത്തിന് കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മറ്റു പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തു. അതേസമയം കലാലയങ്ങളെ കലാപഭൂമികൾ ആക്കരുതെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മ പൂക്കോട് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തി. 18 വയസ്സായ കുട്ടികളെ അല്ലെങ്കിൽ 18 വയസ്സായ യുവതികളെ, യുവാക്കളെ നമ്മൾ അത്തരം കാര്യങ്ങളിലൊന്നും നിയന്ത്രിക്കുന്നില്ല. പക്ഷെ അതിലൊരിടത്തും വയലൻസ് പാടില്ല. അതിലൊരിടത്തും ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കരുത്. കേസന്വേഷണം ഒരാഴ്ചയ്ക്കകം CBI ഏറ്റെടുക്കുമെന്നാണ് വിവരം. 24 വയനാട്.